പാർത്ഥ, വൈദ്യുതി മോഷണത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? കേൾക്കാറുണ്ട്. എത്ര രൂപ പിഴ? അങ്ങനെ ഈ പിഴ അടയ്ക്കുന്ന ചിലർക്കൊക്കെ പിഴ അടിച്ചു കൊടുക്കുന്നത് വാർത്തയാകാറുണ്ട് അല്ലേ? KSEB ഒക്കെ പിഴ അടപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. എത്ര രൂപ വരെ പിഴ അടപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്? സാധാരണ ഒരു 10,000 രൂപ മുതൽ ഈ വ്യവസായികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ പിഴ ഇട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ, അതായത് ഈ വ്യവസായ സ്ഥാപനങ്ങൾ വൈദ്യുതി മോഷ്ടിക്കുമ്പോൾ ഒരു 1 ലക്ഷം 2 ലക്ഷം, അതിവിടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ വാർത്തയായി. അങ്ങനെ ചില ബിരുദന്മാരൊക്കെ ഉണ്ടല്ലോ. അതെ, പക്ഷേ ഏതാണ്ട് ഒരു 2 കോടി രൂപ ആർക്കെങ്കിലും പിഴയിട്ടതായിട്ട് കേട്ടിട്ടുണ്ടോ വൈദ്യുതി മോഷണത്തിന്? 2 കോടിയോ? 1.91 കോടി രൂപ. എൻ്റെ അമ്മോ, ഇത് വലിയ ഏതോ സ്ഥാപനത്തിനായിരിക്കും അല്ലേ? സ്ഥാപനത്തിനല്ല, ഇതൊരു വ്യക്തിക്കാണ്. വ്യക്തിക്കോ? ആ വ്യക്തി ചില്ലറക്കാരനല്ല. ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്. വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളായിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. ഇത്ര വലിയൊരു തുക. ആ വ്യക്തി ചില്ലറക്കാരനല്ല, അയാളൊരു ജനപ്രതിനിധിയാണ്. ആദരണീയനായ പാർലമെന്റ് അംഗമാണ്, ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗമാണ്. ഒരു MP-ക്കാണ് ഇത്ര വലിയ തുക? ഒരു MP 1.91 കോടി രൂപ പിഴ അടക്കേണ്ടി വന്നിരിക്കുകയാണ് വൈദ്യുതി മോഷ്ടിച്ചതിന്. സംഭവം ഇവിടെ അല്ല, UP-യിലാണ്, ഉത്തർപ്രദേശിലാണ്. യോഗി അടിച്ച് കൈ കൊടുത്തു പിഴ. അതായത് സംഭവം പറയാം. ഈ സംഭാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കലാപം നടന്നതൊക്കെ അറിയാലോ. അവിടെ ഒരു പള്ളിയിൽ പിന്നെ പരാതി പോയി, അത് അമ്പലമാണെന്നുള്ള രീതിയിൽ. അങ്ങനെ പുരാവസ്തു വകുപ്പ് അവിടെ പരിശോധനയ്ക്ക് ചെന്നപ്പോൾ അത് തടഞ്ഞു. അങ്ങനത്തെ ചില ഇഷ്യൂസ്, അത് കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം പോലീസുമായിട്ട് ഏറ്റുമുട്ടി 4 പേര് വെടിയേറ്റ് മരിച്ചു. ഏറ്റവും ഒടുവിൽ 6 പേര് മരിച്ചു എന്നാണ് ആദ്യത്തെ വിവരം വന്നത്. ഇപ്പം ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ ഇന്നലെ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 4 പേര് മരിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ആ പ്രദേശത്തെല്ലാം കർശനമായ പരിശോധന നടക്കുകയാണ്. ഈ കലാപവുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്നുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഭൂമി കയ്യേറ്റം, കയ്യേറി വീട് വെച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവിടെ പരിശോധിക്കുകയാണ് ആ പട്ടണത്തിൽ. ഈ ദീപ് സരായ് എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. അപ്പോൾ ഈ ദീപ് സരായിലുള്ള ഈ സംഭാലിലെ ഒരു MP-യാണ് ഈ സിയാവുർ റഹ്മാനാണ് ഇപ്പം ഈ 1.91 കോടി രൂപ അടക്കേണ്ടി വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സിയാവുർ റഹ്മാനെതിരെയും കേസെടുത്തു. സിയാവുർ റഹ്മാനെതിരെ അല്ലെങ്കിൽ തന്നെ ഒരു കേസുണ്ട്, കലാപവുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. ഇയാൾ SP, സമാജ്വാദി പാർട്ടിയുടെ MP-യാണ് കേട്ടോ, അത് പറയാം. ഈ പുള്ളിക്കാരൻ അത്യാവശ്യം ഫേമസ് ആയ ഒരു MP-യാണ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് BJP-ക്കെതിരെ ഒക്കെ വന്ന് വലിയ ആളാണ്. ഇയാളുടെ അച്ഛനെതിരെയും പിതാവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പറയാൻ ഞാൻ അതിന് മുമ്പ് കുടുംബത്തോടെ കേസിൽ പ്രതിയായി. അതിനു മുമ്പ് ഈ വൈദ്യുതി മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ കയ്യേറ്റം കണ്ടെത്തി. അപ്പൊ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ ബുൾഡോസർ ഉപയോഗിക്കാവൂ. ഏറ്റവും കുറഞ്ഞത് 15 ദിവസത്തെ അവധി കൊടുക്കണം. ഈ കയ്യേറ്റം കണ്ടെത്തി 15 ദിവസത്തെ നോട്ടീസൊക്കെ കൊടുത്ത് എല്ലാം ചെയ്തു. ഒരു വിധത്തിലും കയ്യേറ്റം ഒഴിപ്പിക്കുന്നില്ല. നേരെ ബുൾഡോസർ കൊണ്ടുവന്ന് വീടിൻ്റെ ഗേറ്റും മതിലും ഒക്കെ ഇടിച്ചു. അത് റോഡ് കയ്യേറി, അല്ലെങ്കിൽ ആ പ്രദേശം കയ്യേറി മതിൽ കെട്ടി അടച്ചിരിക്കുകയായിരുന്നു. അതങ്ങ് പൊളിച്ചു കളഞ്ഞു യോഗിയുടെ പോലീസും ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന്. അത് കഴിഞ്ഞ് ആ പ്രദേശത്ത് ആ സമയത്ത് തന്നെ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ പ്രദേശത്ത് മുഴുവനും ഈ വൈദ്യുതി മോഷണം വ്യാപകമാണ്. അപ്പോൾ വീടുകളെല്ലാം കയറി പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ കണ്ടെത്തി. അതങ്ങനെ നോക്കി വരുമ്പോഴാണ് ഇയാളുടെ വീട്ടിൽ 2 കിലോവാട്ട് വീതമുള്ള 2 കണക്ഷനുകൾ ഉപയോഗിച്ച് വൈദ്യുതി മോഷ്ടിക്കുകയാണ്. 2 കിലോവാട്ട് വീതം മോഷ്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന്. അതായത് മീറ്റർ വെച്ചിട്ടുണ്ട്, പക്ഷെ മീറ്ററിന് പുറത്തുകൂടെ കണക്ഷൻ എടുത്ത് വൈദ്യുതി മോഷണം നടത്തുക. പരിധിയില്ലാത്ത മോഷണമാണ് ഇത്. ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തി, അവർ പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തി. അപ്പം നേരത്തെ മുമ്പും ഇവിടെ ഈ പ്രദേശത്ത് വൈദ്യുതി മോഷണം കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് പിന്നെ MP-ക്കും അവരോടുമൊക്കെ ഇത് പറയുകയും അവർ മുന്നറിയിപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. അത് ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ആക്ട് 2003 ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ചാണ് ഈ 135-ാം വകുപ്പ് പ്രകാരമാണ് പോലീസ് MP-ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. വൈദ്യുതി മോഷണം ഇലക്ട്രിസിറ്റി ബോർഡ് മാത്രമല്ല നടപടിയെടുത്തത്, പോലീസും കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ മോഷണമാണല്ലോ, അതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ഈ നടപടിക്രമങ്ങളെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ചു പോലീസ്, ഈ ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ ഈ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആ വീഡിയോ ഇപ്പം വൈറലായിരിക്കുകയാണ്. അത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും വിശദമായിട്ട്, ഞാൻ സൈറ്റുകളെല്ലാം പരിശോധിച്ചു, അതിലേറ്റവും നന്നായിട്ട് വാർത്ത കൊടുത്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഇയാളുടെ അച്ഛൻ
ഈ എം പിയുടെ പിതാവ് മാമുലുക്കർ റഹ്മാൻ ബർക്ക്, ഒരു വല്ലാത്ത പേരാണ്, പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. ഈ ബർക്കിനെതിരെയും കേസെടുത്തു. എന്താ കാര്യമെന്ന് വെച്ചാൽ പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി. അത് വെറും ഭീഷണിയല്ല, നീയൊന്നും നേരെ ചൊവ്വേ പോകില്ലടാ, ഞങ്ങളും അടുത്തത് ഭരിക്കാൻ വരും, അന്ന് നിന്നെയൊക്കെ കാണിച്ചു തരാം, നിന്നെ 2 കാലം നടത്തൂല എന്നൊക്കെ പറഞ്ഞ് വളരെ ഭീകരമായ വാക്കുകളൊക്കെ ഇങ്ങനെ വാർത്തയിൽ പറയുന്നുണ്ട്. നമുക്കത് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. വളരെ മോശമായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ എന്ന് വെച്ചാൽ ശാരീരികമായി കൈകാര്യം ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പറയാനുള്ളതെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഇതനുസരിച്ച് പോലീസ് അയാൾക്കെതിരെയും കേസെടുത്തു. ഈ ഭീഷണിപ്പെടുത്തി, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളിട്ട് കേസെടുത്തിരിക്കുകയാണ്. ഇനി ക്രമക്കേട് കണ്ടെത്തിയ ഉടനെ തന്നെ എം പിയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഞാൻ പറഞ്ഞല്ലോ 2 കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒന്ന് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ, അതായത് അപ്പൂപ്പൻ്റെ പേരിലുള്ളതാണ് ഒരു കണക്ഷൻ. രണ്ടാമത് ഈ എം പിയുടെ പേരിലുള്ളതാണ്. രണ്ടിനും ഈ മീറ്റർ പ്രവർത്തിക്കുന്നില്ല. മീറ്റർ നോക്കുമ്പോൾ മീറ്ററിൽ 0 കാണിക്കുന്നത്, എന്നാൽ വൈദ്യുതി പ്രവഹിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ലൈനിൽ കൂടെ. അപ്പോൾ ഇത് വല്ലാത്തൊരു മാജിക്കാണ്, വലിയ നഷ്ടമാണ് UP ഇലക്ട്രിസിറ്റി ബോർഡ് കണ്ടെത്തിയത്. ഇത് സൂപ്രണ്ടിങ് എഞ്ചിനീയർ വിനോദ് കുമാർ നേരിട്ട് പോയി പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അദ്ദേഹമാണ് ഈ വിവരം വാർത്താ ഏജൻസികൾക്ക് കൈമാറിയത്. വളരെ വ്യക്തമായിട്ട് FIR പറയുന്നുണ്ട്, മീറ്ററിന് പുറത്തുകൂടെ വയറ് വലിച്ച് വൈദ്യുതി എടുക്കുകയായിരുന്നു എന്ന് FIR കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ നവംബർ 24 ഈ കലാപം ഉണ്ടായത്. ആ കലാപ കേസിൽ ഇദ്ദേഹം ആൾറെഡി പ്രതിയാണ്. അതിൽ ഇദ്ദേഹത്തിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് പോലീസ്. അപ്പോൾ ഇദ്ദേഹം അലഹബാദ് ഹൈക്കോടതി പോയിരിക്കുകയാണ്, എൻ്റെ കേസ് റദ്ദാക്കണം അല്ലെങ്കിൽ എനിക്ക് മുൻകൂർ ജാമ്യം തരണം എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കോടതി നടപടിക്രമങ്ങളാണ്. കേസ് ഇനി പരിഗണിക്കാനിരിക്കുകയാണ്. വീണ്ടും പ്രാഥമിക വാദമൊക്കെ കേട്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ എം പിയുടെ പ്രസംഗം കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ് പോലീസ് ആ കേസ് എടുത്തിരിക്കുന്നത്. അതിൽ 4 പേര് കൊല്ലപ്പെട്ടു, പോലീസിനെ ആക്രമിച്ചു, 100ഓളം പേർക്ക് പരിക്കേറ്റു, അതിൽ 20 പോലീസുകാർക്ക് മാരകമായി പരിക്കേറ്റു എന്നൊക്കെയുള്ളതാണ് ഇദ്ദേഹത്തിനെതിരായ ചാർജുകൾ. അതൊരു വഴിക്ക് നടക്കുമ്പോഴാണ് ഈ പുതിയ സംഭവവികാസങ്ങൾ, ഈ പുരോഗതി ഉണ്ടായിരിക്കുന്നത്. അല്ല പ്രശ്നം കേട്ടോ, ഈ ഏത് വലിയ ജനപ്രതിനിധിയാണെങ്കിലും തെറ്റ് ചെയ്താൽ അവിടെ യാതൊരു ഇളവും ലഭിക്കില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഉത്തർപ്രദേശിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ എന്തും നടക്കുമായിരുന്നു സ്ഥലമായിരുന്നു. ഗുണ്ടാരാജായിരുന്നു. ഏത് പാർട്ടി ഭരിച്ചാലും എല്ലാവരും തോന്നിയ പോലെയായിരുന്നു. പക്ഷെ യോഗി മാറ്റം തന്നെ വരുത്തി. ഇനി അത് നടക്കില്ല. ഇപ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് അതിന്റെ ബാക്കി വിവരങ്ങളും കൂടി ഞാൻ പറയാം. ഈ VK ഗംഗൽ, അജയ് കുമാർ ശർമ്മ എന്നിവരാണ്, എന്നീ എഞ്ചിനീയർമാരാണ് ഈ വീട് പരിശോധനയ്ക്ക് വന്നത്. അവരെ ഭീഷണിപ്പെടുത്തിയതിനാണ് ഈ അച്ഛനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുപോലെ പിന്നെ SP, സംഭലിലെ SP കൃഷ്ണകുമാർ ബിഷ്ണോയ്, അന്ന് ഈ കലാപം അടിച്ചമർത്താൻ നേതൃത്വം കൊടുത്ത പോലീസ് ഓഫീസർ അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞാണ് ഈ അച്ഛൻ പറഞ്ഞ വാക്കുതാണ്, കാലം മാറും, ഞങ്ങൾക്കും ഭരണം കയ്യിൽ വരും, അന്ന് നിന്നെയൊക്കെ കണ്ടോളാം, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥർ വളരെ ഭയന്നുപോയി. പക്ഷെ അവർ ഈ വീഡിയോയിൽ ഇതൊക്കെ ചിത്രീകരിക്കുന്നതുകൊണ്ടും പോലീസ് കൂടെ ഉള്ളതുകൊണ്ടും അവർ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 6 മാസമായിട്ട് മീറ്റർ പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് വാർത്തയിലൊന്നും പറയുന്നില്ല. ഏതാണ്ട് 16.48 കിലോവാട്ട് ലോഡ് ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വൈദ്യുതി കണക്ഷൻ പോയിരിക്കുന്നതെന്ന്. അതുപോലെ മീറ്ററിൽ കൃത്രിമവും നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മീറ്റർ ഓടത്തില്ല, അതെപ്പോഴും 0 ആയിരിക്കും. ഈ മീറ്ററിന് പുറത്തുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വയറ് വലിച്ച് കണക്ഷൻ എടുത്തിരിക്കുകയാണ് ഇവർ എന്നാണ് കണ്ടെത്തിയത്. അല്ല, അപ്പോൾ പ്രശ്നം ഈ മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി ചേർന്നുകൊണ്ടായിരിക്കും അത് തുടരന്വേഷണത്തിലേ വ്യക്തമാകുള്ളൂ. എന്തുകൊണ്ട് ഈ ഭാഗത്ത് മീറ്റർ റീഡിംഗ് നടത്തി ഇവർക്ക് ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം എല്ലായിടത്തും മീറ്ററുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, സ്മാർട്ട് മീറ്ററുകൾ വെക്കുകയാണ്. അപ്പം നമുക്ക് ഒരു മീറ്റർ പരിശോധനയ്ക്ക് ആൾ വരാതെ തന്നെ പുതിയ സംവിധാനത്തിലൂടെ ഈ എത്ര അളവ് വൈദ്യുതി ഉപയോഗിച്ചു എന്നൊക്കെ കണ്ടെത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും സംവിധാനത്തിലേക്ക് ഇത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല വാർത്തയിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇത് MP മാത്രമൊന്നുമല്ല, ആ പ്രദേശത്ത് ഒരുപാട് പേര്, ഈ സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ പ്രത്യേകിച്ചും ഇങ്ങനെ വൈദ്യുതി മോഷണം നടത്തുകയാണ്, ഭൂമി കയ്യേറുകയാണ്, കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ്. വലിയ തോതിൽ അവിടെ പ്രതിഷേധമുണ്ട്.
അവിടെ BJP ആണോ SP ആണോ കോൺഗ്രസ് ആണോ എന്നൊന്നുമില്ല. യോഗി വളരെ കൃത്യമായി നടപടിയെടുക്കുകയാണ്. കുറ്റം ആര് ചെയ്താലും ശിക്ഷ കിട്ടും എന്നൊരു ഉറപ്പ് ഇപ്പോൾ UP-യിലുണ്ട്. കോടതിയുടെ മുന്നിൽ കേസെത്തും, അവിടെ സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒരു ദയയും കൊടുക്കാതെ 15 ദിവസത്തെ നോട്ടീസ് കൊടുത്തു, ഗേറ്റും മതിലും എല്ലാം ഇടിച്ചു നിരത്തി. അല്ല, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് യോഗി രണ്ടാമതും UP-യിൽ അധികാരത്തിൽ വന്നത്. മൂന്നാമതും യോഗി UP-യിൽ വരാനുള്ള സാധ്യത ഇത്തരം കാര്യങ്ങൾ മുഖം നോക്കാതെ നടപടിയെടുക്കുകയും നിരപരാധികളെ രക്ഷിക്കുകയും അപരാധികളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭരണമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ യോഗിക്ക് അതിൻ്റേതായ ഒരു മുന്നേറ്റം UP-യിൽ കാഴ്ചവെക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.